ആരെയും അന്ധമായി വിശ്വസിക്കരുത്. ഒരിക്കൽ ഒരു വ്യാപാരി ഒരു ഒട്ടകപ്പുറത്തിരുന്ന് കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അസുഖം ബാധിച്ചിരുന്ന ആ ഒട്ടകം വല്ലാതെ തളർന്നതിനാൽ അതിനെ കാട്ടിൽ ഉപേക്ഷിച്ച് അയാൾ ഒറ്റയ്ക്ക് തന്റെ യാത്ര തുടർന്നു. അത് കാട്ടിലുണ്ടായിരുന്ന ഇലകളും മറ്റും ഭക്ഷിച്ച് സ്വയം അസുഖം ഭേദമാക്കി സന്തോഷത്തോടെ പുറപ്പെട്ടു. ഒരു സിംഹവും കുറുക്കനും കാക്കയും ഒരുമയോടെ ആ കാട്ടിൽ ജീവിച്ചിരുന്നു. അവർ ആ ഒട്ടകത്തെക്കുറിച്ചറിഞ്ഞ് കാര്യം തിരക്കാനായി എത്തി. ഒട്ടകം നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു. അങ്ങനെ അവർ 4 പേരും സുഹൃത്തുക്കളായി. ഒരു ദിവസം സിംഹം ഒരു ആനയെ വേട്ടയാടിയപ്പോൾ അത് മറിഞ്ഞ് താഴെ വീണ് വല്ലാതെ പരിക്കുപറ്റി. അതിന് പുറത്തു വരാനാവാതെ ഗുഹയിൽ തന്നെ ഇരിപ്പായി. സിംഹത്തിന് വേട്ടയാടാനും കഴിഞ്ഞില്ല. മറ്റുള്ളവയ്ക്കും ഇര തേടാൻ കഴിയാതെ എല്ലാവരും പട്ടിണിയായി. സിംഹം കുറുക്കനെയും കാക്കയെയും ഒട്ടകത്തെയും വിളിച്ചു. കുറുക്കച്ചാരെ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. അടുത്തെവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവരൂ. കാക്കേ, നീ കിഴക്ക് ഭാഗത്തേക്ക് പോകണം. ഒട്ടകച്ചാരെ, നീ പടിഞ്ഞാറോട്ട് പോയി എന്തെങ്കിലും കൊണ്ടുവരാൻ നോക്ക്. നിങ്ങൾ 3 പേരും ഭക്ഷണവും കൊണ്ടായിരിക്കണം മടങ്ങി വരുന്നത്. ശരി, പോയിക്കോളൂ. അവർ 3 പേരും വെവ്വേറെ ദിശകളിലേക്ക് യാത്രയായി. പക്ഷെ ഒന്നും തന്നെ കിട്ടിയില്ല. അവർ വീണ്ടും കണ്ടുമുട്ടി ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ 3 പേരും കൂടി സിംഹത്തിന്റെ മുന്നിലെത്തി. സിംഹരാജാവേ, ഞാൻ എല്ലായിടത്തും തിരിഞ്ഞു നോക്കി. അങ്ങയുടെ വിശപ്പ് ശമിപ്പിക്കുന്നത് പോലെയുള്ള ഭക്ഷണം എവിടെയും കിട്ടിയില്ല. അതിനാൽ ഞാൻ എന്നെ തന്നെ ഭക്ഷണമായി തരികയാണ്. എടുത്തുകൊള്ളൂ. അരുത് മഹാരാജൻ, കാക്ക വളരെ ചെറുതാണ്. എനിക്ക് അങ്ങയുടെ വിശപ്പ് ശമിപ്പിക്കാനാവും. എന്നെ ഭക്ഷിച്ചുകൊള്ളൂ. അല്ല രാജാവേ, ഞാനാണ് ഒടുവിൽ വന്നത്. എനിക്ക് മാത്രമേ അങ്ങയുടെ അമിതമായ വിശപ്പ് ശമിപ്പിക്കാനാവൂ. മറ്റുള്ളവർക്ക് കഴിയില്ല. എന്നെ ഭക്ഷിച്ചുകൊള്ളൂ. ഓരോരുത്തരും അവരവരുടെ ആശയങ്ങൾ പറഞ്ഞാലും ഒട്ടകം ആശയം പറഞ്ഞ ഉടനെ സിംഹവും കുറുക്കനും അതിന്റെ മേൽ ചാടി വീണ് അതിനെ കൊന്നു തിന്നു. ഗുണപാഠം: നിങ്ങൾ എത്ര സൗഹൃദത്തോടെ പെരുമാറിയാലും കൗശല്യക്കാർ തക്ക സമയത്ത് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനേ പരിശ്രമിക്കുകയുള്ളൂ. മറ്റുള്ളവരെ അന്ധമായി വിശ്വസിച്ചാൽ അപ്രതീക്ഷിതമായ പല ബുദ്ധിമുട്ടുകളെയും നിങ്ങൾക്ക് നേരിടേണ്ടി വരും. സന്ദർഭം വരുമ്പോൾ ദുഷ്ടന്മാരുടെ സ്വഭാവം അവർ കാണിക്കുക തന്നെ ചെയ്യും. ഒരു കാട്ടിൽ ഒരു ആൺകുറുക്കനും പെൺകുറുക്കനും താമസിച്ചിരുന്നു. അവർ തമ്മിൽ വളരെ വളരെ ഇഷ്ടമായിരുന്നു. ആൺകുറുക്കന് പെൺകുറുക്കൻ എന്ന് വെച്ചാൽ ജീവനാണ്. അവളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ ആൺകുറുക്കൻ ശ്രദ്ധിച്ചു വന്നു. ഒരു ദിവസം പെൺകുറുക്കൻ പറഞ്ഞു, കുറുക്കൻ ചേട്ടാ, എനിക്കിന്ന് മീൻ തിന്നാൻ വല്ലാത്ത കൊതി തോന്നുന്നു. അതൊരു വലിയ കാര്യമാണോ? നിനക്ക് മീൻ വേണമെന്ന് പറഞ്ഞാൽ പിന്നെ അത് കൊണ്ടുവന്നിട്ട് തന്നെ കാര്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ആൺകുറുക്കൻ മീൻ പിടിക്കാൻ പോയി. പുഴക്കരയിലൂടെ നടന്നു പോകുമ്പോൾ കുറുക്കൻ ഇങ്ങനെ ചിന്തിച്ചു: ഭാര്യയോട് ഞാൻ മീൻ കൊണ്ടുവരാമെന്ന് വാക്ക് കൊടുത്തു. എനിക്കുണ്ടോ മീൻ പിടിക്കാൻ അറിയുന്നു? ഇനിയിപ്പോ ആ വാക്ക് പാലിക്കുന്നത് എങ്ങനെ? അങ്ങനെ ചിന്തകളിൽ മുഴുകി മുഴുകി കുറുക്കൻ ഒടുവിൽ പുഴക്കരയിലെത്തി. പുഴക്കരയിൽ ചടഞ്ഞിരുന്നു കൊണ്ട് വെള്ളത്തിൽ തുള്ളിച്ചാടുന്ന മീനുകളെ ആർത്തിയോടെ നോക്കാൻ തുടങ്ങി. പുഴ നിറഞ്ഞൊഴുകുന്ന വെള്ളം കണ്ടപ്പോൾ കുറുക്കന് പേടിയും തോന്നി. വെള്ളത്തിന്റെ ഒഴുക്ക് കണ്ട് പേടിച്ച കുറുക്കൻ ജീവൻ അപകടത്തിലാകാതെ മീൻ പിടിക്കാനുള്ള എളുപ്പ വഴി വല്ലതുമുണ്ടോ എന്ന് ആലോചിച്ചു. ഞാൻ ആദ്യം മീനിനെ പിടിച്ച് എനിക്ക് വലിയ ഭാഗം തന്നെ വേണം. ഞാൻ ആ മീനിനെ കരയ്ക്ക് കയറ്റാൻ സഹായിച്ചത്. വലിയ ഭാഗം എനിക്ക് വേണം. അല്ലല്ല, എനിക്ക് ആദ്യം കിട്ടിയത്. അല്ലല്ല, എനിക്ക് ആദ്യം കിട്ടിയത്. അത് പറഞ്ഞാ പറ്റില്ല, എനിക്ക് വേണം. അത് പറഞ്ഞാ പറ്റില്ല, എനിക്കാ വേണ്ടതോ. ഞാൻ തരില്ല. എനിക്ക് തന്നെ വേണം. എനിക്ക് വേണം. താമസിയാതെ അവർ തമ്മിൽ കലഹമായി. കൗശലക്കാരനായ കുറുക്കൻ ഇങ്ങനെ ചിന്തിച്ചു: ഈ കീരികൾ എത്ര വിഡ്ഢികളാ! പിടിച്ച മീനിനെ ചൊല്ലി വഴക്കുകൂടുന്ന കണ്ടില്ലേ? ഞാൻ അവിടെ ചെന്ന് ന്യായാധിപതിയായാൽ സംഗതി കുശാലാവും, മീനും കയ്യിലിരിക്കും. കുറുക്കൻ കീരികളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു: കീരിക്കുട്ടികളെ, എന്താ നിങ്ങളുടെ പ്രശ്നം? ഏയ്, പ്രശ്നമൊന്നുമില്ലെന്നേ. ചുമ്മാ ഞങ്ങളൊരു വലിയ മീനിനെ പിടിച്ചു.
ഇതിനെ എങ്ങനെ പങ്കുവെക്കണമെന്നാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. നോക്കൂ, വേണമെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. വേണമെങ്കിൽ പറഞ്ഞു, ഈ പ്രശ്നത്തെ ഞാൻ വളരെ ലളിതമായി പരിഹരിച്ചു തരാം. അങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. ഇനി ഇവനെന്തെങ്കിലും വിരോധമുണ്ടോ ആവോ? ഏയ്, എനിക്ക് വിരോധമൊന്നുമില്ല. അത് കൊള്ളാം. നിങ്ങൾ രണ്ടുപേരും ഇവിടെ കുറച്ചു നേരം കാത്തിരിക്കൂ. ഞാൻ പോയി ഒരു കത്തി കൊണ്ടുവരാൻ നോക്കട്ടെ. എന്നാ പിന്നെ മീനിനെ മുറിച്ച ശേഷം പങ്കുവയ്ക്കാമല്ലോ. ശരി, നിങ്ങൾ പോയി കത്തി കൊണ്ടുവരൂ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്കാം. കുറുക്കൻ കത്തി അന്വേഷിച്ച് കാട്ടിലേക്ക് ചെന്നു. എന്നിട്ട് വലിയ ഒരു കത്തിയും എടുത്തുകൊണ്ട് സന്തോഷത്തോടെ തിരിച്ചെത്തി. കുറുക്കൻ വലിയൊരു കത്തിയും കൊണ്ട് തിരിച്ചു വരുന്നത് കീരിക്കുട്ടികൾ കണ്ടു. വരൂ കൂട്ടുകാരെ, ഇനി നമുക്ക് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് കുറുക്കൻ മീനിനെ 3 കഷ്ണങ്ങളാക്കി. ആദ്യം അതിന്റെ തല വെട്ടി, പിന്നെ വാലും. നീയല്ലേ മീനിന്റെ തലഭാഗം പിടിച്ചത്? അപ്പൊ തല നിനക്കുള്ളതാ. നീ പിടിച്ചത് മീനിന്റെ വാൽഭാഗം, അപ്പൊ വാല് നിനക്ക്. ഇപ്പോഴെല്ലാവരുടെയും ശ്രദ്ധ ബാക്കി വന്നിരിക്കുന്ന നടു കഷ്ണത്തിന്മേലാണ്. കുറുക്കൻ ആ കഷ്ണവും 2ആയി മുറിച്ചു ഭാഗിച്ചു തരും എന്നാണ് അവർ കരുതിയത്. പക്ഷേ കുറുക്കൻ ആ കഷ്ണം തന്റെ കയ്യിലെടുത്തു. കുറുക്കൻ ചേട്ടാ, ബാക്കിയുള്ളതും കൂടെ ഭാഗം വെക്കണ്ടേ? ഈ കഷണത്തെ ഓർത്ത് നിങ്ങൾ വെറുതെ വിഷമിക്കണ്ട. ഇത് എനിക്കുള്ള കൂലിയാണ്. ഞാനല്ലേ അത്രയും ദൂരം പോയി നിങ്ങൾക്ക് വേണ്ടി കത്തി എടുത്തോണ്ട് വന്നത്. ബുദ്ധിമുട്ടുള്ള ജോലിയുടെ ഫലം എല്ലാവരും അനുഭവിക്കണം. അതല്ലേ അതിന്റെ ശരി. അത് മാത്രമല്ല, ഞാൻ നിങ്ങളുടെ സുഹൃത്തല്ലേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടുക്കഷ്ണവും അടിച്ചെടുത്ത് കുറുക്കൻ നടന്നു തുടങ്ങി. കുറുക്കൻ ഏറ്റവും നല്ല കഷ്ണവും കൊണ്ടുപോകുന്നത് കീരിക്കുട്ടികൾ ഇങ്ങനെ നോക്കി നിന്നു. അതേസമയം എന്താണ് സംഭവിച്ചതെന്നും അവർക്ക് നല്ലവണ്ണം മനസ്സിലായി. പക്ഷേ സമയം വൈകിപ്പോയില്ലേ? ചേട്ടാ, ഇത് മണ്ടത്തരമായി പോയല്ലോ. നമ്മുടെ ഭാഗം നമ്മൾ തീരുമാനിച്ചാ മതിയായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, മീനിന്റെ തലയും വാലും നമുക്ക് കെട്ടിവെച്ച് അവൻ നടുക്കഷ്ണവും കൊണ്ട് സ്ഥലം വിട്ടു. എന്തായാലും ആ കള്ളക്കുറുക്കന്റെ സമയം കൊള്ളാം. പണ്ടാരോ പറഞ്ഞു കേട്ടതാ ഇപ്പൊ ഓർമ്മ വരുന്നത്. 2 സുഹൃത്തുക്കൾ തമ്മിലുള്ള തർക്കം എപ്പോഴും മൂന്നാമതൊരുത്തിന് ഗുണകരമാവുമെന്ന്. ഇതിൽ നിന്ന് നമുക്കൊരു പാഠം പഠിക്കാം. പങ്കുവെക്കുന്നതിലുണ്ടായ അഭിപ്രായ വ്യത്യാസം നമുക്ക് നാശത്തിന് കാരണമാകരുത്. നമ്മളെ മുതലെടുക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുകയരുത്. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? സുഹൃത്തുക്കളുമായി ഒരിക്കലും കലഹിക്കരുത്. രണ്ടാമത്തെ കീരി പറഞ്ഞതുപോലെ സുഹൃത്തുക്കൾക്കിടയിൽ കലഹമുണ്ടാകുമ്പോൾ മൂന്നാമനാണ് ലാഭമുണ്ടാക്കുന്നത്. ഈ കഥയുടെ സാരം, ഒരിക്കലും നിങ്ങൾക്കിടയിൽ കലഹം വരുത്. നന്നായി മനസ്സിലായോ കൂട്ടുകാരെ?